നല്ല ഇടിയും മിന്നലും അതുപോലെ മഴയും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊക്കെ ഭയമാണ്. ഇടിയും മിന്നലിനെയും ഭയപ്പെടാത്തവർ ചുരുക്കമാണ് എന്ന് തന്നെ പറയാം. പലപ്പോഴും നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ ആലോചിച്ചിട്ടുള്ളൊരു കാര്യം ഇടിക്കും മിന്നലിനും ഒക്കെ ഒന്ന് പറഞ്ഞിട്ട് വന്നുകൂടെ എന്നാണ്. എന്നാൽ ഇപ്പോൾ അതിന് പരിഹാരമുണ്ടാവുകയാണ്. കാലാവസ്ഥ പ്രവചനത്തിൽ വലിയൊരു മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ISRO. ഇന്ത്യൻ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ച് ഇന്ത്യയിൽ ഇടിമിന്നൽ ഉണ്ടാകുന്നത് ഇനി മുൻകൂട്ടി പ്രവചിക്കാൻ ISROയ്ക്ക് സാധിക്കും. ISROയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററാണ് കാലാവസ്ഥാ പ്രവചന രംഗത്തെ ഈ നാഴികക്കല്ല് കൈവരിച്ചത്. ടോപ്പോസ്ഫിയറിലെ സംവഹന പ്രക്രിയകളുടെ സ്വാധീനത്തിൽ കാലാവസ്ഥാ പാരാമീറ്ററുകളുടെ സങ്കീർണമായ പ്രതിപ്രവർത്തനങ്ങൾ മൂലമാണ് ഇടിമിന്നൽ സംഭവിക്കുന്നത് എന്ന് ISRO വിശദീകരിക്കുന്നു. ഉപരിതല വികിരണം, താപനില, കാറ്റ് എന്നിവയാണ് ഈ സംവഹന പ്രതിഭാസങ്ങൾക്ക് കാരണമാവുന്നത്. കര ഉപരിതല താപനില, കാറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള അധിക പാരാമീറ്ററുകൾ ഒരു സംയുക്ത വേരിയബിളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇടിമിന്നൽ സംഭവങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവചിക്കാൻ സാധിക്കും എന്നാണ് ISRO വ്യക്തമാക്കുന്നത്. ഇൻസാറ്റ് 3D ഉപഗ്രഹത്തിൽ നിന്ന് ശേഖരിച്ച ഔട്ട് ഗോയിങ് ലോങ് വേവ് റേഡിയേഷൻ ഡാറ്റ വഴിയാണ് ISRO ഇടിമിന്നൽ പ്രവചനങ്ങൾ നടത്തുക. മിന്നൽ പ്രവർത്തനം എപ്പോൾ ഉയരുകയോ കുറയുകയോ ചെയ്യും എന്നതിന്റെ വിശ്വസനീയമായ സൂചന ഇത് നൽകുന്നു. ഈ കോമ്പോസിറ്റ് വേരിയബിൾ വഴി ഏകദേശം 2.5 മണിക്കൂർ ലീഡ് സമയത്തോടെ മിന്നൽ സംഭവങ്ങളുടെ പ്രവചനം നടത്താൻ സാധിക്കുമെന്നാണ് ISRO വ്യക്തമാക്കുന്നത്. ഇടിമിന്നൽ ഭൂമിക്ക് ആവശ്യം തന്നെയാണ്. സസ്യങ്ങൾക്ക് വളരെ ആവശ്യമുള്ള നൈട്രജൻ മൂലകത്തെ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ അവയ്ക്ക് തനിയെ സാധിക്കില്ല. എന്നാൽ മിന്നലുകൾ ഉണ്ടാക്കുന്ന ഊർജ്ജം നൈട്രജൻ ഡയോക്സൈഡ് ആക്കും. ഇത് വെള്ളത്തിലേക്കും പിന്നീട് മണ്ണിൽ നിന്നും വേരുകൾ ഉപയോഗിച്ച് ഈ നൈട്രജൻ വലിച്ചെടുക്കാൻ സസ്യങ്ങൾക്ക് സാധിക്കും. ഓസോൺ ഉൽപാദനത്തിനും മിന്നലുകൾ വഴിയൊരുക്കും. അന്തരീക്ഷ ശുദ്ധീകരണത്തിലും മിന്നലുകൾ പങ്കുവഹിക്കുന്നുണ്ട്. എന്നാൽ മിന്നലേൽക്കുന്നത് അത്യന്തം അപകടകരമായ കാര്യമാണ്. 1967 മുതൽ 2020 വരെയുള്ള കാലയളവിൽ 1 ലക്ഷത്തിലേറെ പേർ മിന്നലേറ്റ് ഇന്ത്യയിൽ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരാൾക്ക് മിന്നലേക്കാൻ ഉള്ള സാധ്യത 5 ലക്ഷത്തിലൊന്നാണ് എന്ന് വിദഗ്ധർ പറയുന്നു. മിന്നലേറ്റൽ പരിക്കുകളും പൊള്ളലും മുതൽ മരണം വരെ സംഭവിക്കാം. മിന്നലിന് 20,000 ഡിഗ്രി വരെ താപനില ഉയർത്താനുള്ള കഴിവുണ്ട്. അതിനാൽ തന്നെ മിന്നലേൽക്കുന്ന ആൾക്ക് പൊള്ളൽ സംഭവിക്കാം. ചില ആളുകൾക്ക് മിന്നലേറ്റതിനു ശേഷം കേൾവി ശക്തിയിൽ കുറവുണ്ടായിട്ടുള്ള സംഭവങ്ങളും റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട്. കാഴ്ച പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മിന്നലേൽക്കുന്നത് അകാല തിമിരത്തിന് വരെ വഴിവെക്കാം. നാഡീവ്യവസ്ഥയിൽ തകരാർ, വിട്ടുമാറാത്ത തലവേദന, ശരീരവേദന, ശ്രദ്ധക്കുറവ്, കാര്യങ്ങൾ ചെയ്യാൻ വലിയ കാലതാമസം മുതൽ വിഷാദം, മൂഡ് സ്വിംഗ് മുതലായവ വരെ മിന്നലേറ്റവരിൽ കാണാൻ സാധിക്കും. 30,000 ആംപിയർ അളവിലുള്ള വൈദ്യുതിയാണ് മിന്നലിലൂടെ എത്തുന്നത്. ഇത് ചെറുക്കാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനില്ല. ഗുരുതരമായ സംഭവങ്ങളിൽ മിന്നൽ ഹൃദയത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താം, ഹൃദയസ്തംഭത്തിന് വഴിവെക്കുകയും ചെയ്യും. ഇത് ഏൽക്കുന്ന ആളുടെ മരണത്തിനും കാരണമാകും. ലോകത്ത് മിന്നൽ മൂലം പ്രതിവർഷം 24,000 പേർ മരിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ പതിക്കുന്ന മിന്നലുകളുടെ അളവ് കൂടുതലാണ്. ലൈറ്റ്നിങ് ഹോട്ട്സ്പോട്ടുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ആശ്വാസമാവുകയാണ് ISROയുടെ ഈ പുതിയ സംവിധാനത്തിലൂടെ. നേരത്തെ തന്നെ മിന്നലുകളുടെ വരവിനെ കുറിച്ച് നമുക്കറിയാൻ സാധിക്കും എന്നുള്ളത് ആശ്വാസകരമായ ഒരു സംഗതി തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.